രാജ്യാന്തര ഡിജിറ്റൽ ഫെസ്റ്റിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് രണ്ട് മലയാളി വിദ്യാർത്ഥികൾ, ആദിദേവ് അതോടൊപ്പം തന്നെ ഹരിഗോവിന്ദ്. ഇവർ രണ്ടുപേരും 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആശയം അത് രൂപകൽപ്പന ചെയ്തത് ഹരിഗോവിന്ദ്? ഞങ്ങളുടെ സ്കൂളിൽ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ഉണ്ടാക്കിയ റോബോട്ടാണിത്. ഈ ഒരു രൂപകൽപ്പനയെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ആദിദേവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ? ഞങ്ങൾ ഫസ്റ്റ് ഈ ഫെസ്റ്റ് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. അപ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ചപ്പം ഇവനാണ് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്, ബേസിക് ഐഡിയ കിട്ടിയത്. പിന്നെ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ അടുത്ത ഒരു വയർലെസ് എന്നുള്ള ഒരു ഇതിലോട്ട് മാറിയത്. അതായത് ദുബായിലൊക്കെ പോയാണ് ഈ ഒരു മത്സരം പങ്കെടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു. കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ വളരെ നല്ലതായിരുന്നു. സ്കൂളിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിന് വളരെ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഐഡിയ വന്നപ്പോൾ തന്നെ അവർ വളരെ ഞങ്ങളെ സഹായിച്ചു. നമ്മുടെ കുട്ടികൾ 5 പേര് ഇൻ്റർനാഷണൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത് നമ്മൾ 3 തലങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് നടത്തിയുണ്ടായി. 40 കുട്ടികളിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് ഈ 5 കുട്ടികളിലേക്ക് മാറി. അതിനുശേഷം ഈ 5 കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. നമ്മുടെ സ്കൂളിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ 3 സ്കൂളിനാണ് ഇപ്പം ടെക് ഫെസ്റ്റിൽ വിജയം കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കോമ്പണൻസ് ഒക്കെ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബ്രെയിൻ എന്ന് പറയുന്നത് ESP8266 നോഡ് MCU എന്ന് പറഞ്ഞ 2 ബോർഡുകളാണ്. ഒന്ന് ട്രാൻസ്മിറ്റർ, ഒന്ന് റിസീവർ. ഇത് കോഡ് ചെയ്തേക്കുന്നത് ആർഡിനോ ID എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വെച്ചാണ്. പിന്നെ ഇതിൻ്റെ സെൻസറായിട്ട് വരുന്നത് ആക്സലറോമീറ്റർ എന്ന് പറഞ്ഞൊരു സെൻസറാണ്. പിന്നെ ഞങ്ങൾ OLED സ്ക്രീൻ എന്ന് പറഞ്ഞൊരു സ്ക്രീനാണ് ഇപ്പോൾ ഞങ്ങളുടെ മോഡുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി. ഇതിന് 3 മോഡുകളാണ്: നോർമൽ, പ്രിസൈസ്, ആക്യുറേറ്റ്. പിന്നെ ഞങ്ങൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററീസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സെർവോ മോട്ടോഴ്സിൽ നിന്ന് ഞങ്ങൾ ഫിംഗേഴ്സിലോട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തത് ഫിഷിംഗ് സ്ട്രിങ്സ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കണക്ട് ചെയ്തത്. കൂടുതലും ഉപകാരപ്രദമാകുക അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കായിരിക്കും അല്ലേ? അതെ അതെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ സ്പേസ് ട്രാവൽ, എഞ്ചിനീയറിംഗ് അങ്ങനത്തെ ഉള്ള ഇതിലും വളരെ നമുക്ക് സഹായിക്കും. അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? അതെ, ഇതിനൊരു 20 മീറ്റർ റേഡിയസിൽ നമുക്ക് എവിടെ നിന്നാലും അനക്കാൻ പറ്റും. ഈ ഒരു എക്സ്പോയിൽ പങ്കെടുക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു? വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവരായിരുന്നു. ആണോ? അവരെ കൂടി ഒന്ന് പരിചയപ്പെടണ്ടേ? എന്താ പേര്? തുഷാർ. ഏത് ഐറ്റത്തിലാണ്? ഗെയിമിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ? ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പേര്? ഗബ്രിയൽ. ഏത് ഐറ്റമായിരുന്നു? ഗെയിം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ശ്രീഹിത. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയുള്ളവരുടെ പ്രൊജക്ട്സും ഒക്കെ ഒന്ന് കാണാൻ പറ്റി. എൻ്റെ ഐറ്റം ആപ്പായിരുന്നു, ഒരു പ്രാഗ്മ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു ആപ്പായിരുന്നു. ഉയരങ്ങളിൽ എത്തേണ്ടവരാണ്, ആ ഉയരങ്ങളിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും. ആന്റണി ഡിഗ്രിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി. സ്നേഹമോൾ ഡയനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്നേഹ, ഈ കാലം മാറുന്നതിനനുസരിച്ച് പുത്തൻ സാങ്കേതിക വിദ്യകൾ നമ്മളിലേക്ക് എത്തുന്നു. അതിൽ തന്നെ പുതിയ ഐഡിയാസ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുന്നിലേക്ക് വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഞാൻ 2 പേരുടെ കാര്യമാണ്, ശരിയാണ്, അവസാന ഘട്ടം വരെ എത്തിയത് 2 പേരാണ്. പക്ഷേ അവർ ദുബായിലേക്ക് ഒരു പക്ഷേ ആ ഫെസ്റ്റിന് എത്തിയത് 5 പേരൊക്കെ ആയിരുന്നു അല്ലേ? എന്തായാലും ഈ വഴിയിലൂടെ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാ ഇവർ തന്നെ അങ്ങ് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പറക്കാനുണ്ട്. തീർച്ചയായും പൂജ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫെസ്റ്റിന്, ഈ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്ന ഈ ഒരു ഫെസ്റ്റിന് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോഴാണ് ആ കുട്ടികൾ ഈ 2ാം സ്ഥാനത്തിന് അർഹരായിരിക്കുന്നു എന്നുള്ളത് ആ കുട്ടികളെയും നമ്മളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതിന് മുന്നോടിയായി തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടികളെ, അതായത് ഫോൺ നോക്കിയിരിക്കുക എന്നൊക്കെയുള്ള പേരിൽ കളിയാക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളത്. നമുക്ക് ഫോൺ നോക്കിയിരിക്കാൻ മാത്രമല്ല, ഇത്തരത്തിൽ അഭിമാനകരമായ രാജ്യാന്തര തലത്തിൽ വരെ ശ്രദ്ധ നേടുന്ന ഒട്ടേറെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു മറുപടി കൂടിയാണിത്. ഈ ഒരു കണ്ടുപിടുത്തത്തെ സംബന്ധിച്ചിടത്തോളം ഈ റോബോട്ടിക് ഹാൻഡ് എന്നുള്ള ഈ ഒരു ഉപകരണം ഭിന്നശേഷിക്കാർക്കാണ് ഏറ്റവും അധികം ഉപകാരപ്രദമാകുക. മാത്രമല്ല ഈ സ്പേസിൽ ഒക്കെ ഈ സഞ്ചരിക്കുന്ന അവർക്കും ഏറ്റവും അധികം ഉപകാരപ്രദമാകുമെന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഈ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് തന്നെ ഒരു അവയവം പ്രവർത്തിക്കാതായാൽ അല്ലെങ്കിൽ അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ദുഃഖവും വ്യാപ്തിയും എത്രത്തോളമാണ് എന്നൊരു കാര്യമൊക്കെ തന്നെ നമുക്കറിയാം. അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി മൂലം മറ്റുള്ളവരുടെ
ഒരു മുഖത്ത് പുഞ്ചിരി വിരിയിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു കണ്ടുപിടുത്തം തന്നെ എത്രത്തോളം പലർക്കും ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കഴിവുകളെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് വേദികൾ നമുക്ക് മുന്നിലുണ്ട്. അവയിലേക്ക് എല്ലാം കുഞ്ഞുങ്ങൾ എത്തട്ടെ, എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ആശംസകൾ, മിടുക്കരാണ് എല്ലാവരും. ശരി സ്നേഹ.